ഇടതുപക്ഷ പിന്നെ MLA ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടെന്ന് കരുതി. കാരണം ഫൈറ്റ് നടക്കുന്നത് UDF ഉം BJP യും തമ്മിലാണല്ലോ. അത് പ്രസക്തിയില്ലാത്ത ഒരു കക്ഷിയൊന്നുമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കൈയടിക്കുന്ന കൈയടിക്കുന്ന ഞാൻ പറയാം ഇവിടുന്ന് കൈയടിക്കുന്ന നിങ്ങൾ തമ്മിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അഭിപ്രായം തിരിച്ചാണോ? ഒരു സംശയം വേണ്ട. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP യും UDF തമ്മിലാണ്. പക്ഷേ കെ മുരളീധരൻ പറയുന്നത് തിരിച്ചാണ്. കെ മുരളീധരൻ പറയുന്നത് തിരിച്ചാണ്. മുരളീധരനെ തിരുത്തുകയാണോ? അരുൺ കെ മുരളീധരനെ എന്റെ ചോദ്യം, കെ മുരളീധരനെ MSF തിരുത്തുകയാണോ? ഉൾപ്പെടെ UDF ഞങ്ങൾക്ക് LDF ഞങ്ങൾക്ക് ഫൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് എവിടെയാണെന്നറിയോ? ഞങ്ങളെ ചതിച്ചപ്പുറത്ത് കടന്ന ഒരാൾ അയാളെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ അജണ്ടയാണ്. ഞങ്ങൾ ഫൈറ്റായി എടുക്കാണ്. മൂന്നാം സ്ഥാനത്തായിരിക്കും. ഞങ്ങൾക്ക് തർക്കമില്ല. അതിന് തർക്കമില്ല. ഞാൻ പറയട്ടെ, ഒരു തെറ്റില്ല. പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ഇവിടെ MLA പറഞ്ഞു ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രം ഞങ്ങളെ മനസ്സിലുണ്ട്, സ്റ്റെതസ്കോപ്പ് ഞങ്ങളെ ബാലറ്റിലുണ്ട്. ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊന്നാനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അരുൺകുമാർ ചർച്ച നടത്തുകയാണ്. ഇതുപോലെ ഇടതുപക്ഷത്തെ പ്രതിനിധിക്കുന്നത്. അപ്പൊ പറഞ്ഞു എന്തിനാ ഈ ചിഹ്നം നിങ്ങൾ വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടി പത്ര വികാരമാണ്, അത് ഞങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, ആര് വന്നാലും ചിഹ്നം കൊടുക്കും. ആ പറഞ്ഞ ആളുകൾ പറയാണ് ഇപ്പൊ മനസ്സിലുണ്ട്, സ്റ്റെതസ്കോപ്പാണ് ഇതിലുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കൈയടിക്കുന്ന സഖാക്കൾക്ക് ഒരു ആശ്വസിക്കാം. എന്തായാലും എന്താണ് മരപ്പട്ടിയും ഈനാമ്പേച്ചും അല്ലല്ലോ, ഒരു സ്റ്റെതസ്കോപ്പ് അല്ലേ എന്നൊരു ആശ്വാസത്തിലേക്ക് കൈയടിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ രാഷ്ട്രീയമായ ഒരു കാര്യം BJPയുടെ പ്രതി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആവർത്തിച്ച് അദ്ദേഹം പറയാണ്, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും മുമ്പത്തെ ഞായറാഴ്ചയും പാലക്കാട് വന്നപ്പോ കുറെ നിരോധിച്ച സംഘടനയുടെ ആളുകളെ കണ്ടു. അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു അങ്ങനെ നിരോധന സംഘടന ആളുകൾ കണ്ടില്ല, പേര് സഹിത അഡ്രസ് ഇപ്പൊ പറയണം, അവർക്കെതിരെ കേസ് എടുക്കട്ടെ, അവരെ മാറ്റി നിർത്തട്ടെ. അതൊന്ന് പറ, വെറുതെ പുകമറ സൃഷ്ടിക്കരുത്. ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറയാം. നിങ്ങളുടെ അവസരത്തിൽ പറയാം. ഒന്ന്, അപ്പോ ആ സംഘടന ആളുകളുടെ പേര് കൊടുക്കണം, അത് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത് BJPയുടെ പ്രതിനിധിയും UDFന്റെ പ്രതിനിധിയും പറയുന്നത് ഇവിടെ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നും ഉണ്ടാവില്ല, അതിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ലാന്നാണ്. കാരണം ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് CJPയോടാണ്. നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്ത് ഒരുപാട് മത്സരിക്കാണ്, ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല. ഞങ്ങൾ പറയുന്നു ഇവിടെ കൂട്ടുകെട്ടുണ്ട്, ഇവിടെ പിണറായി വിജയനും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ തമ്മിൽ കൂട്ടുകെട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? സഖാക്കളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറയാം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹേമന്ത് സോറൻ ജയിലിലാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. DK ശിവകുമാർ വേട്ടയാടപ്പെടാൻ, തൊട്ടപ്പുറത്ത് സ്റ്റാലിൻ വേട്ടയാടപ്പെടാൻ, മമത വേട്ടയാടപ്പെടാൻ, എന്തിനാ വേട്ടയാടപ്പെടാൻ. ആ സമയത്ത് ഇവരുടെ ആരുടെയെങ്കിലും മക്കളുടെ പേരിൽ SFIO കേസ് ഉണ്ടോ? ഇല്ല. ഇവരുടെ ആരുടെയെങ്കിലും PA ജയിലിലാണോ സ്വർണ്ണ കേസിൽ? അല്ല. ഇവരാരെങ്കിലും 325 കോടി കട്ടതിന്റെ പേരിൽ കേന്ദ്ര അന്വേഷണത്തിന് വക്കീല് വരാതെ 41 തവണ കേസ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഇവർക്ക് പിടിക്കണമെങ്കിൽ ആദ്യം പിടിക്കാൻ കഴിയുക ഇവരെയാണ്. പക്ഷെ ഇവരെ പിടിക്കൂല, പകരം ഇരട്ടി തപ്പിക്കളിക്കാൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഇവിടെ CPM ഉം BJP തമ്മിൽ അന്തർധാരയുണ്ട്. ഒറ്റ ചോദ്യം, എന്താ